വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായ സന്തോഷവും സ്നേഹവും ആശംസകളും അറിയിക്കുന്നു. എന്നാൽ ഇതിൽ സംബന്ധിച്ച് കുറച്ച് അസംബന്ധമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നതും നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലാകെ കഴിഞ്ഞ ദിവസം കുറച്ച് വിമർശനങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ചില വിമർശനങ്ങളിൽ സാഹിത്യത്തിലെ വരേണ്യത നിഴലിക്കുന്നതായി തോന്നുന്നുണ്ടാവാം. ആ നോവൽ ഞാൻ നേരത്തെ ഒരുപാട് തവണ വായിച്ചിട്ടുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലയാള നോവലുകളുടെ രൂപവും ഭാവവും ഉൾക്കൊണ്ടെഴുതിയ ഒരു സാധാരണ നോവലായിട്ടാണ് എനിക്ക് തോന്നിയത്. ലളിതമായ ആഖ്യാനം. പൊതുവെ സാഹിത്യത്തിലേക്ക് പരോക്ഷ രൂപത്തിൽ കടന്നുകൊണ്ടിരിക്കുന്ന അരാഷ്ട്രീയ മധ്യവർഗ ഫ്യൂഡൽ ഗൃഹാതുരതകൾ ഇല്ല, അങ്ങനെ വേണം പറയാനായി. എന്നാൽ വളരെ പ്രസക്തമായ ചില വിഷയങ്ങൾ ശ്രീലങ്കൻ അഭയാർത്ഥി പ്രശ്നവും ട്രാൻസ്ജെൻഡർ ജീവിതവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് അഖിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എഴുതിയിട്ടുള്ളത്. ചിലർ ആ നോവലിൽ അശ്ലീലമുണ്ടെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അത് വായിക്കാത്തവരായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക. ജീവദായകമായ പ്രണയത്തെയും ലൈംഗികതയെയും അധമമാക്കി ഒട്ടുമിക്കവാറും സ്ത്രീവിരുദ്ധമായും അവതരിപ്പിക്കുന്നതിനെയാണല്ലോ പൊതുവെ അശ്ലീലമെന്ന് പറഞ്ഞു നടക്കുന്നത്. അത്തരത്തിലുള്ള സംഗതിയൊന്നും ആ എഴുത്തിലില്ല. തന്റെ നോവലിൽ സാഹിത്യം അന്വേഷിക്കരുതെന്നും ഇതൊരു സിനിമാ കഥ മാത്രമാണെന്നും ആമുഖത്തിൽ നോവലിസ്റ്റ് പറയുന്നുണ്ട്. അതിനോട് യോജിപ്പില്ല. സാഹിത്യമെന്നാൽ നോവലിസ്റ്റ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സിനിമാ കഥയാണ് എന്ന് പറയുന്നതും അബദ്ധമായിരിക്കാം. ഭാഷയിലും ആഖ്യാനത്തിലും ഈ നോവലിനേക്കാൾ എത്രയോ സൂക്ഷ്മവും നവീനവും ഉന്നതവുമാണ് പുതിയ തലമുറയുടെ സിനിമകൾ എന്ന് വേണമെങ്കിലും പറയുന്നവരുണ്ടാകാം. അതിസാധാരണമായ ഈ നോവൽ പുസ്തകത്തിന് ഇത്രയധികം വിൽപ്പനയുണ്ടാക്കിയതിന്റെ കാര്യവും നമുക്ക് ചിന്തിക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള മാർക്കറ്റിംഗിന്റെ വിജയവും ഒരുപക്ഷെ ആയിരിക്കാം. അങ്ങനെയും ചർച്ച നടക്കുന്നുണ്ട്. ഇന്ന് ഒട്ടുമിക്ക എഴുത്തുകാരും മാർക്കറ്റിംഗിൽ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചിലർ വിജയിക്കുന്നു, ചിലർ പരാജയപ്പെടുന്നു. ആ രംഗത്തെ വിജയത്തെയും പരാജയത്തെയും മുൻനിർത്തി പുസ്തകത്തിന്റെ ഗുണദോഷങ്ങൾ നിർണ്ണയിക്കാനാവില്ല എന്നോർക്കുക. പരാജയപ്പെട്ടവർ വിജയിച്ചവരെ ആക്ഷേപിക്കുന്നതിലും അർത്ഥമില്ലെന്നോർക്കുക. സാഹിത്യ സംവാദങ്ങളും വിമർശനവും സജീവമാക്കിയാൽ മാത്രമേ മാർക്കറ്റിംഗിന്റെ പ്രലോഭനത്തിൽ നിന്ന് വായനക്കാരനെ രക്ഷപ്പെടുത്താനാവൂ എന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട്. ഈ നോവൽ അക്കാദമി പുരസ്കാരത്തിന് പരിഗണിക്കാൻ പാടില്ലായിരുന്നു എന്ന വിമർശനത്തോട് ഒരു നിലയ്ക്കും യോജിക്കുന്നില്ല. പട്ടികയിൽ ഉൾപ്പെട്ട കൃതികൾ മുഴുവൻ വായിച്ചിട്ടില്ലാത്തത് കൊണ്ട് താരതമ്യ പഠനത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ദുർഗാപ്രസാദ്, ആദി എന്നിവരുടെ കവിതകളും VM മൃദുൽ, ജിൻഷ ഗംഗ എന്നിവരുടെ കഥകളും വായിച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമാണ്. പക്ഷേ വ്യത്യസ്ത സാഹിത്യ ശാഖകളിലെ കൃതികൾ തമ്മിൽ താരതമ്യം ചെയ്യുക ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ തന്നെ സാഹിത്യത്തിന്റെ മൂല്യനിർണ്ണയത്തിന് എന്തെങ്കിലും ഒരു സ്കെയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും അഖിൽ പി ധർമ്മജന് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കാതെ വയ്യ. റാം കെയർ ഓഫ് ആനന്ദി വായിച്ച് അയാളുടെ വേറിട്ട സർഗയാത്രയെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ച പുരസ്കാരത്തിന് നമുക്ക് ഹൃദയം നിറഞ്ഞു തന്നെ അയാളെ അഭിനന്ദിക്കാതെ വയ്യ. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മനിവേദനങ്ങളും വ്യത്യസ്തമായിരിക്കും, എഴുത്തും വ്യത്യസ്തമായിരിക്കും, ഭാവനയും ചിന്തയും വ്യത്യസ്തമായിരിക്കും. അതിൽ ഭാവുകത്വമുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ മറ്റാരുടെയും ലാളനയില്ലാതെ വളരുന്ന സാധാരണക്കാരായ ഒരു എഴുത്തുകാരന് കിട്ടിയ അംഗീകാരത്തെ അസഹിഷ്ണുത കാരണം അന്ധമായി ആക്ഷേപിക്കുന്നത് ആരായാലും എന്തായാലും ശരിയല്ല എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഭാവുകത്വമുള്ള പല എഴുത്തുകാരെയും കേരളത്തിലെ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾ പാടെ അവഗണിച്ചു വരുന്നതിൽ ആർക്കും പരാതിയില്ല എന്ന് വേണം പറയാൻ. ഇസങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്നവർ എന്ന് മുദ്രകുത്തി അക്കാദമികൾ അയലത്ത് പോലും അടുപ്പിക്കാതെ സർഗധനരായ എഴുത്തുകാരുടെ ഗതികേടിനെ കുറിച്ചും ആർക്കും മിണ്ടാട്ടമില്ല. സ്വാധീനം കൊണ്ട് ലോകത്തുള്ള എല്ലാ അവാർഡുകളും പൂച്ച പാല് കുടിക്കുന്നത് പോലെ മേടിച്ചെടുക്കുന്ന ബിരുദന്മാരെ കുറിച്ചും നാവനക്കാൻ നട്ടലുള്ള പ്രമുഖരും ഇവിടെയില്ല എന്നോർക്കുക. അപ്പോഴാണ് ഒരു പാർട്ടിയും സമുദായവും പാല് കൊടുത്ത് വളർത്താത്ത ഒരു പാവം പ്രതിഭ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നത് എന്നോർക്കുക. അയാൾ ചിലപ്പോൾ വന്യ ഗുരുക്കന്മാരുടെ അഭിരുചികൾക്കൊത്ത് എഴുതി ഉയർന്നു കാണില്ലായിരിക്കാം. ബുദ്ധിജീവി കസർത്തുള്ള ഭാഷയും അയാൾക്ക് വശമില്ലായിരിക്കാം. ഭാവുകത്തിന് പണ്ഡിത മണ്ടന്മാർ എഴുതിയ നിയമാവലികളും അയാൾ പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. വിറ്റുപോയ ലക്ഷക്കണക്കിനുള്ള പുസ്തകങ്ങൾ തലയണയ്ക്ക് പകരം ജനക്കൂട്ടം മേടിച്ചുകൊണ്ട് പോയതല്ല. പുതിയ കാലം വായിച്ച് നെഞ്ചോട് ചേർത്ത പുസ്തകത്തെയും അത് എഴുതിയ ഒരു നാട്ടിൻപുറത്തുകാരനെയും അവഹേളിച്ചുകൊണ്ട് ആരും ആളാകാൻ ശ്രമിക്കരുത്. അക്കാദമികളുടെ ചർച്ചാവേദികളിലും പത്രാധിപന്മാരുടെ സുഹൃത്ത് വലയങ്ങളിലും പ്രസ്ഥാനങ്ങളുടെ പരിപാലനങ്ങളിലും സ്ഥാനം നേടിയ ആളല്ല അഖിൽ പി ധർമ്മജൻ എന്ന് എനിക്ക് നേരിട്ടറിയാം. മലയാളം പുതിയ തലമുറ മറന്നുപോയി എന്ന് സിംബോസിയം നടത്തി വിലപിക്കുന്ന വീരന്മാരുടെ മുമ്പിലാണ് പുതിയ കാലം ഈ പുസ്തകത്തെ ആഘോഷമാക്കിയത്.
ആരുടെയും ഔദാര്യമില്ലാതെ സ്വന്തം കയ്യിലിരുന്ന ഫോണിൽ നിന്നും മുഖപുസ്തകത്തിലേക്ക് പകരുന്ന സൃഷ്ടികൾ വായിക്കുന്നവർ മറ്റേത് പ്രസിദ്ധീകരണങ്ങളുടെ വായനക്കാരെക്കാൾ കൂടുതലാണെന്ന പച്ച പരമാർത്ഥം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്നുകൂടെ സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള കാലത്താണ് അഖിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അയാളെ മാനസികമായി തളർത്തി എവിടെയെങ്കിലും കിടത്തിക്കളയാം എന്ന് വ്യാമോഹിക്കാതെ ഇനിയും അടയാളപ്പെടുത്താൻ അയാളെ അനുവദിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അഖിലിന്റെ പുരസ്കാര ലബ്ധിയിൽ അസൂയയും കുശുമ്പും അസഹിഷ്ണുതയും ഉള്ളവരോട് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെയൊക്കെ ദുഷിച്ച മനസ്സിനേക്കാൾ മലിനമായ ഒരിടം ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരിക്കില്ല. അതോർക്കുക. അഖിൽ പി ധർമ്മജന് വീണ്ടും വീണ്ടും ആശംസകൾ നേരുന്നു. റാം കെയർ ഓഫ് ആനന്ദി എന്തുകൊണ്ടും നല്ല പുസ്തകം തന്നെയാണ്, പരിഗണിക്കപ്പെടേണ്ട പുസ്തകം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പുസ്തകം വിൽപ്പനയ്ക്കായി അഖിൽ പി ധർമ്മജൻ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയെയോ മറ്റ് മീഡിയാസിനെയോ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ഒരു പുസ്തകം ചീത്തയാണെന്ന് പറയുന്നതിൽ കാര്യമല്ല. അത് വായിച്ചു നോക്കി അത് നല്ലതാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുകയാണ് വേണ്ടത്. അത് ഇത്ര കോപ്പികൾ വിറ്റുപോയില്ലേ, ഇത്ര കോപ്പികൾ വിറ്റുപോയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടും അഖിൽ പി ധർമ്മജന് 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.